ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും വളരെ ദൈവിക സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും അധികമായി മാനിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തെക്കുറിച്ചുള്ള സന്ദേശമാണ്. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറുവാൻ ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നതല്ല. എങ്കിലും ഒരു ചെറിയ മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മുമ്പിലുള്ളത് കൊണ്ടാണ് പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ എൻ്റെ മുമ്പിൽ വരുമ്പോഴും അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് ദൈവവചനത്തിന് വേണ്ടി മുൻതൂക്കം കൊടുക്കുവാൻ സ്വർഗം എന്നെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും കേൾക്കുന്ന മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, വചനത്തിൽ ഉറ്റിരിക്കുക. അങ്ങനെ നിങ്ങൾ നിത്യമായ വചനത്തിന് അവകാശികളായി, കൂട്ടവകാശികളായി മാറുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലായിട്ട് പല അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാൻ പോകുന്നു. അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം പകരുന്നതാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം പകരുന്നതാണ്. ദൈവത്തിന്റെ വചനം ഓരോ ദിവസവും നമ്മൾ ധ്യാനിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും, ഓരോ സെക്കൻഡും, ഓരോ മണിക്കൂർ, ഓരോ മിനിറ്റും ഒരു ചൈതന്യം വരുത്തുന്നതാണ്. ദൈവത്തിന്റെ വചനം അത്രയും വലിയ ഫലവത്താണ്. ഒരിക്കൽ ഇരുള് ബാധിച്ചു കിടന്ന നമ്മളാണ് ഒരിക്കലും പ്രകാശത്തിലേക്ക് വരുമെന്ന് വിചാരിച്ചവരല്ല. പക്ഷെ കരുണാസമ്പന്നനായ ദൈവം അവന്റെ കരുണ നിമിത്തം നമ്മളെ വിളിച്ചു വേർതിരിച്ചു. കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും ചാർച്ചക്കാരും കൂടെ ജനിച്ചവരും വളർന്നവരും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അവരെക്കാൾ മേൽത്തരമായി വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ ജ്യോതിസുകളാക്കി പ്രകാശമാക്കി വചനത്തിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ആ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇന്ന് പകലിൽ വിളിച്ചു പറ, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തെയും ആ ദൈവത്തിന്റെ വചനവും ജീവനും ചൈതന്യമുള്ളതാകുന്നു. ഇരുവായ്ത്തല മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം. ആമേൻ. ഇരുവായ്ത്തല മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് പകലിൽ ആ ദൈവത്തിന്റെ വചനം ഞാൻ എങ്ങനെ പഠിക്കുന്നുവോ, എങ്ങനെ ഗ്രഹിക്കുന്നുവോ, എങ്ങനെ ധ്യാനിക്കുന്നുവോ അതിനനുസരിച്ചാണ് ദൈവിക അനുഗ്രഹം എന്നിലേക്ക് പകരപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ അനേകം പേർ ദൈവവചനത്തിൽ നിന്നും പിന്മാറിപ്പോകുന്നു. വചനത്തിൽ ഊന്നൽ കൊടുക്കുന്നില്ല. പല മേഖലകൾക്കകത്ത് വചനത്തിൽ ഊന്നൽ കൊടുക്കാത്ത ഒറ്റ കാരണം കൊണ്ട് പല വിശ്വാസികളും വിശ്വാസ ജീവിതത്തിൽ നിന്നും പുറകിലോട്ട് പോകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പിറപ്പേ, ഞാൻ കൈകൂപ്പി പറയാം, എന്തൊക്കെ ഈ ലോകത്ത് നമ്മൾ നേടിയാലും ആരെയൊക്കെ നമുക്ക് പരിചയമുണ്ടെങ്കിലും വചനത്തിൽ ഞാനും നിങ്ങളും നിലനിൽക്കുന്നില്ല എങ്കിൽ, ആ വചനത്തിനകത്ത് നമ്മൾ നിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ സേവിക്കുന്ന ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. എല്ലാ ദിവസവും വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരായി തീരുക. ഈ വചനം എന്തു പറയുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. 66 പുസ്തകത്തിനകത്തുള്ള 31,000-ലധികം വാക്യങ്ങൾ അത് എന്ത് പറയുന്നു, ആ വചനത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുമെന്ന് നിങ്ങളൊരു തീരുമാനമെടുത്താൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങൾ നിങ്ങൾ കാണുവാനിടയായി തീരും. അതുകൊണ്ട് വളരെ വ്യക്തമായി ഇവിടെ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ് ദൈവവചനം. ആ വചനത്തിൽ ഉറ്റിരിക്കുവാൻ ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.